നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. നമ്മളിപ്പോ പാഠ്യപദ്ധതിയിലൊക്കെ പഠിക്കാന്നുണ്ടെങ്കിൽ പൊതുവെ കേരളത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇത്ര മൈന്യൂട്ടായിട്ട് നമ്മൾ പഠിക്കാൻ സാധിക്കലില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന പ്രദേശത്തെ കുറിച്ചും നമ്മളെ പ്രദേശത്തെ കുറിച്ച് പഠിക്കാനുള്ള നല്ലൊരു അവസരമായിരുന്നു. പിന്നെ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് പണ്ടത്തെ കഥകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഈ ഒരു ഇതൊരുക്കിയ വായനശാലക്ക് ഞങ്ങൾ ഡയറ്റിന്റെ പേരിൽ നന്ദി അറിയിക്കാൻ. ഇന്നത്തെ പ്രാദേശിക ചരിത്രത്തെ കുറിച്ച് പറഞ്ഞ ക്ലാസ് വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു. ഒരു അധ്യാപക വിദ്യാർത്ഥിനി എന്ന നിലയിൽ നമ്മുടെ ഒരു ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതായത് ഒരു നാടിനൊരു വികസനം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നാടിന്റെ ചരിത്രം അറിഞ്ഞിരിക്കണമെന്ന് ഇവിടെ ക്ലാസ് എടുത്ത സാറുമാർ പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ നമ്മളൊരു കുട്ടികളെ വാർത്തെടുക്കുക എന്നതിലുപരി ഒരു സമൂഹത്തെ കൂടിയാണ് വാർത്തെടുക്കേണ്ടത്. അപ്പൊ ആ സമൂഹത്തിന്റെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ക്ലാസ് എടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് എന്തെങ്കിലും റോഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മലപ്പുറത്തൊന്നും പ്ലാനിംഗ് ബോർഡിന്റെ ഒക്കെ അംഗീകാരം വേണ്ട. 1995 മുതലാണ് കേരളത്തിൽ ജനകീയാസൂത്രണ മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. നിങ്ങൾക്ക് അറിയണം, അതിന്റെ ഭാഗമായ ആളുകളാണ് നിങ്ങളൊക്കെ. സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സഹകരിച്ച കുട്ടികളായിരിക്കും നിങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തില്. ആ കാലഘട്ടത്തില് ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശം ആ പഞ്ചായത്തിന്റെ ചരിത്രം നമുക്കറിയാത്ത കുളങ്ങള്, അതുപോലെ തോടുകള്, റോഡുകള്, സ്മാരകങ്ങള് ഇതൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു മാസങ്ങളോളം എടുത്ത് ഒരുപാട് ആളുകളുടെ സഹകരണത്തോടുകൂടി തലക്കാട് ഗ്രാമപഞ്ചായത്ത് 1996 തലക്കാടിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്ര പുസ്തകം നമ്മുടെ പഞ്ചായത്തിൽ നിങ്ങൾക്കൊക്കെ കിട്ടും, എല്ലാവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ വീട്ടിലാണെങ്കിൽ ഞാൻ കൊടുന്നു തന്നീന്ന്, ഇപ്പൊ എന്റെ കയ്യിലില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കുറഞ്ഞ സമയമുള്ളൂ. എനിക്ക് ഈ പ്രദേശത്തുമായി പറയാൻ പറ്റും, ഈ ഡയറ്റ് ഗേൾസ് സ്കൂള് 1914 അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്ന് പെൺകുട്ടികള് വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഈ മേഖലയില് മുസ്ലിം ന്യൂനപക്ഷ കുട്ടികൾ കൂടുതലുള്ള കാലഘട്ടമായിരുന്നു. അന്ന് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിം കുട്ടികള് ഈ പൊതുവിദ്യാഭ്യാസവുമായിട്ട് അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇന്നത്തെ മാതിരിയല്ല. അന്ന് എന്താ പറയാ, ഒന്ന് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ്, രണ്ടാമത്തെ ബ്രിട്ടീഷ് ഭാഷയാണ് ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് പഠിക്കണ്ട എന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ പഞ്ചായത്തിന്റെ ചരിത്രം ചെയ്യുമ്പോൾ ഈ ഡയറ്റിലെ TTC നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഒരു വർക്ക് അതിൽ വേണം. ഒരു പീരീഡ് ഏതാണ് ആ വർക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്യാൻ പോണത് ആദ്യഘട്ടത്തിൽ ഭൂമിചരിത്രം. ഭൂമിചരിത്രം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം നിലനിൽക്കുന്നതും വളരുന്നതും മനുഷ്യ സമൂഹം വളർന്നിട്ടുള്ളതും മണ്ണും ജലം സസ്യസമ്പത്തിലൂടെയാണ്. സമൂഹം മാറി വന്നിട്ടുള്ളതും ഈ ഉൽപാദനോപകരണങ്ങളും ഉൽപാദന വ്യവസ്ഥയെ എല്ലാം ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്നാണ് മനുഷ്യ സമൂഹം മാറി വളരുന്നത്. തീർച്ചയായിട്ടും ഒരു ചരിത്രം, പ്രാദേശിക ചരിത്രം ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം എന്നുള്ളതിലേക്ക് ഭൂമി ചരിത്രമാണ് ചെയ്യേണ്ടത്. രണ്ടാമതാണ് നമ്മൾ സമൂഹത്തിന്റെ ചെല്ലുന്ന ആ ചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങളായി തല തിരിച്ചുകൊണ്ട് ആ ചരിത്രം ചെയ്യും. പിന്നീട് നമ്മൾ ചെയ്യല് മനുഷ്യ ചിന്തകളെ കുറിച്ചാണ്. മനുഷ്യ സമൂഹം വളർന്നു വന്നിട്ടുള്ള ചിന്തകളിലൂടെ ഒട്ടനവധി മതങ്ങളും ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളെ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ ശരിയായ രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യത്തെ രൂപം, അതിന്റെ ശരിയായ രൂപത്തിലേക്ക് ആ ചിന്തയെ നമ്മൾ എങ്ങനെ ആളുകളുടെ ഇടയിൽ ശരിയായ ചിന്ത എത്തിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള പഠനം. അങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് ഈ ചരിത്രം നിർവഹിക്കുന്നത്. മാത്രമല്ല, ഈ ചരിത്രം ഇന്നലെ വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി എഴുതുക, അല്ലെങ്കിൽ 2-3 ആള് സംഘടിച്ചുകൊണ്ട് എഴുതുക. ഞാൻ പഠിപ്പിക്കുന്ന ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അറബിക്ക് മാത്രം വിവരമുണ്ടായ പോരാ, അധ്യാപകന് എല്ലാം വിവരമുണ്ട് എന്നാണ് കുട്ടികൾ കരുതുന്നത്. അത് മുഴുവൻ നമുക്ക് പാലിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടാവുന്ന ഒന്ന് നമ്മൾ എങ്ങനെയെങ്കിലും നേടാനുള്ള ശ്രമം നടത്തണം. അപ്പൊ അതുകൊണ്ട് ഈ ചരിത്ര പഠനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം നിങ്ങളാവേണ്ടതാണ്. ചരിത്രം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജില് പ്രിൻസിപ്പളായിട്ട് എന്റെ അവസാനത്തെ കൊല്ലപ്പെടുത്തുന്ന പ്രൊമോഷൻ കിട്ടിയിട്ടാണ് അവിടെ പോകുന്നത്. അവിടെ പോകുന്ന സമയത്ത് അവിടെ 1962 ഒരു ബാച്ചിന്റെ അലൂമിനി മീറ്റിംഗ് കൂടുന്നുണ്ട്. ഞാൻ പ്രിൻസിപ്പൾ ഹോളിഡേ കിട്ടണ്ടെന്ന് പറയുന്നത്, പക്ഷെ നമുക്ക് ഹോളിഡേ അല്ല.
നമുക്ക് കിട്ടാവുന്ന സമയത്തൊക്കെ തന്നെ സംസാരിക്കാനും കുട്ടികളോട് സംവദിക്കാനും കുട്ടികളുടെ മാതാപിതാക്കളോട് ചർച്ച ചെയ്യാനും ഒക്കെ കിട്ടുന്ന വേദി ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ അന്ന് ഞാൻ പോയ സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. തിരൂരിൽ നിന്നും നിങ്ങൾക്കൊക്കെ അറിയുന്ന ഖമറുന്നിസ അൻവറിന്റെ ഭർത്താവായിട്ടുള്ള ഡോക്ടർ അൻവറും അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ അവര് ആ കാലത്ത് അവിടെ പഠിച്ചവരാണ്. അപ്പൊ ഉദ്ഘാടന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 62-ൽ പാലക്കാട് വിക്ടോറിയ കോളേജ് എന്ന വളരെ ചുരുക്കം കോളേജ്, അന്ന് ചുരു കോളേജ് ഒന്നും ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല, നമ്മുടെ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്, ചുരുക്കം ചില കോളേജുകളിൽ ഒന്നായിട്ടുള്ള ഈ കോളേജിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ തുണി അഴിച്ചിട്ട് നടക്കുന്ന പ്രായമായിരിക്കും. 6 വയസ്സ് എനിക്കായിട്ടുണ്ട് അവിടെ. അന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാവോ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ കോളേജിലെ പ്രിൻസിപ്പൾ ആവുമെന്നും ആ കോളേജിലുള്ള ഇതുപോലുള്ള അലൂമിനി എന്നെക്കാളും എന്റെ പിതാവിനേക്കാളും ഒക്കെ പ്രായമുള്ള ഇവരുടെ ഒരു യോഗത്തിൽ എനിക്ക് സംബന്ധിക്കേണ്ടി വരും, ഉദ്ഘാടനം ചെയ്യേണ്ടി സയൻസുള്ള ഒരു കരുത്തുന്നുണ്ടായിട്ട് ഞാൻ എന്തിനു ചരിത്രം പഠിക്കണം. ഞാൻ LLBക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ആഗ്രഹം പറഞ്ഞല്ലോ, MA BP LLB എന്ന് എഴുതാറുണ്ട്. MA കഴിഞ്ഞ ഉടനെ MA റിസൾട്ട് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകാൻ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഡിഗ്രി എടുക്കണം എന്നുള്ള താല്പര്യങ്ങൾ. ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു. BP പാസ്സായി റിസൾട്ട് വരുമ്പം തന്നെ എനിക്ക് PSC ജോലി തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ കിട്ടുകയും ചെയ്യും. പിന്നെ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഞാൻ എഴുതിയിരുന്ന ഒന്ന് ഈ LLB എടുക്കുക എന്നുള്ളത്. അവിടെ ചെന്ന ഉടൻ തന്നെ അവിടുത്തെ ഗവൺമെന്റ് ലോ കോളേജിൽ അപ്ലിക്കേഷൻ കൊടുത്തു. നമ്മുടെ മാർക്കൊക്കെ കാര്യം നമുക്ക് കിട്ടി. ഈവൻ ഒരു പഠനമായിരിക്കും ഈ പ്രാദേശിക പഠനം. ആ പ്രാദേശിക പഠനത്തിന്റെ ശില്പശാലയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെ ചോദിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തണം. ഇത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമയമായി മാറുകയില്ല. മറിച്ച് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പഠിത്തത്തിന് ശേഷം നമ്മുടെ ഇന്നത്തെ സർക്കാർ തീരുമാനപ്രകാരം ചിലപ്പോൾ നമുക്ക് മാക്സിമം ഒരു 32-33 വർഷക്കാലം ജോലിയിൽ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ആ 33 വർഷക്കാലവും നമ്മുടെ കഴിവ് പരിപോഷിപ്പിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന മേഖല ഇത് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൽ തൽക്കാലം അയ്യപ്പൻകാവ് എന്ന് പറയും. അവിടെയാണ് 23, 24, 25, 27 ഈ തീയതികളിൽ 23 അയ്യപ്പൻ പാട്ട്, 24 വേട്ടേക്കരം പാട്ട്, 25 വേട്ടേക്കരന് 10,000 നാളികേരം കൊണ്ടുള്ള ഒരു ഉടക്കുന്ന പരിപാടി. ഈ 10,000 പ്രാവശ്യം നമ്മളെ കയ്യൊന്ന് പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സാധ്യപ്പെടാത്ത കാര്യമാണ്, ഒന്നിനും നിസ്സാര കാര്യമല്ല. അപ്പൊ എന്തോ അദൃശ്യമായ എന്തൊക്കെ ശക്തികളോ അല്ലെങ്കിൽ വിദ്യയൊന്നും ഇല്ലായിരുന്നു, തന്ത്രം മന്ത്രമൊന്നും ഇല്ല. അതിലുള്ള ഒരു വ്യക്തിയുടെ ആ വിശ്വാസത്തിന്റെ ആൾക്കാർ കർമ്മികൾ. ഒന്ന് എഴുതിയോ? 2 ഡയറ്റിന്റെ ചരിത്രം എഴുതിയില്ലേ? 3 ഡയറ്റ് നിൽക്കുന്ന ഭൂമിയുടെ ചരിത്രം, 4 കുളങ്ങളുടെ ചരിത്രം, എഴുതിയോ? 5 ഇടവഴികളുടെ ചരിത്രം, ഇടവഴികളുടെ ചരിത്രം. ആ കാലത്ത് മലപ്പുറം ജില്ലയിലുള്ള കുട്ടികൾ എഡ്യൂക്കേഷന് പോയിരുന്നത് എന്തിന്റെ പേരിലായിരുന്നു എന്നറിയോ? ശല്യം തീർക്കാൻ വേണ്ടിയായിരുന്നു. വീട്ടുകാരാഴ്ച അവിടുത്തെ ഗ്ലാസ് പൊട്ടിച്ച്, വീടിന്റെ ജനാല പൊട്ടിച്ച്, വീട്ടിലെ ബെഞ്ചുകൾ പൊട്ടിച്ചൊക്കെ ഇരിക്കുന്നതിന്. ഇതൊന്ന് സാധാരണ വെക്കേഷൻ വരുന്ന സമയത്ത് ഓരോ ഉമ്മയും ഉപ്പയും പ്രാർത്ഥിക്കുന്നത് ഇതൊന്ന് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. കാരണം ഇവരുടെ ഈ ശല്യം കൊണ്ട്, കുട്ടിത്തം കൊണ്ട്. എന്നാൽ നമുക്കറിയാം, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഗതികേട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അവർ സ്കൂളുകളിലെ PTA മീറ്റിങ്ങിലേക്കൊക്കെ തന്നെ വരാൻ തുടങ്ങി. ഉപ്പമാർ ചിലപ്പോൾ കടയിലായിരിക്കും, വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അങ്ങോട്ടൊക്കെ ആയിരിക്കും. ആ കാലത്ത് ഉമ്മമാരോട് വിചാരിച്ചപ്പോൾ ഉമ്മമാർ ഞങ്ങളെ കുട്ടികളെ വാങ്ങണം. ഇന്ന് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇന്ന് മലപ്പുറം ജില്ലയായി മാറി ഏറ്റവും SSLCക്ക് A+ വാങ്ങുന്ന ജില്ലയായി മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഉമ്മമാരുടെ, നിങ്ങളുടെ അമ്മമാരുടെ ശ്രമം കൊണ്ടാണെന്ന് ഞാൻ എവിടെയും വ്യത്യസ്തമെന്ന് പറയാൻ സാധിക്കും. ഒരു ആണിന്, ഒരു പിതാവിന് ചിലപ്പോൾ അത്ര താല്പര്യം എടുക്കാൻ സാധിച്ചോളും. സമയത്ത് നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത്, എന്നെക്കാളും ഡിഗ്രിയുള്ള ഒരാളുടെ കുട്ടിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്.
എന്റെ മുമ്പിലിരിക്കുന്നത് പഠിച്ചിട്ടുള്ളതോ ഡോക്ടർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരുടെ മക്കളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. ഈ കുട്ടി ഞാൻ ഇന്ത്യയുടെ തലസ്ഥാനം പാകിസ്ഥാനാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയിലേക്ക് എത്തുകയും ആ ഉപ്പയിലേക്ക് എത്തുകയും അല്ലെങ്കിൽ അവര് എന്നെ പറ്റി ഒരു ധാരണയിൽ എത്തിപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു